എനിക്ക് ചേച്ചി ഇപ്പം എന്നോട് ചോദിക്കാൻ എനിക്ക് നേരത്തെ അറിയത്തില്ലായിരുന്നു. പക്ഷെ അത് അവൾക്ക് അറിയാം. എൻഗേജ്മെന്റ് വന്നപ്പോഴും ഒക്കെ വ്യത്യസ്തമായിട്ടാണ്. എനിക്ക് നമ്മൾ മുമ്പോട്ട് പോയി പല പ്രശ്നമുണ്ടായി അങ്ങോട്ട് രണ്ട് ഭാഗത്തു നിന്നും ക്ലിയർ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഈ വോയിസ് മെസ്സേജ് അയക്കുന്ന ചേച്ചിക്ക്. എന്ന് വെച്ചാൽ അവൾക്ക് എനിക്ക് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ സങ്കല്പിച്ച ഒരു പെണ്ണല്ല. അതുകൊണ്ട് അവരുടെ ഭാഗത്ത് തെറ്റോ കുറ്റമോ ഒന്നും ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അവരുടെ സൗന്ദര്യം ഒക്കെ അവളുടെ, പക്ഷെ ഞാൻ ആഗ്രഹിച്ച ഒരു സൗന്ദര്യമല്ല അവൾക്കുള്ളത്. അത് പറയാനായിരുന്നു കേട്ടോ. സോറി ചേച്ചി, ഞാൻ കയറി പോവാണ്. മുന്നോട്ട് പോയി പ്രശ്നങ്ങളും വഴക്കുകളും പ്രോബ്ലങ്ങളും വരാതിരിക്കാൻ ആണ് ഞാൻ നേരത്തെ ഈ വോയിസ് മെസ്സേജ് അയക്കുന്നത്. പപ്പായോ മമ്മിയോ ഒന്നും അറിയത്തില്ല, അവർക്കൊന്നും അറിയത്തില്ല. ഞാൻ എൻ്റെ സ്വയം ഇഷ്ടത്താലാണ് ഞാൻ ഈ കയറി വന്നത്. അത് ചേച്ചി ഇനി പറഞ്ഞ് മനസ്സിലാക്കണം. ഞാൻ അവിടെ ചെന്നിട്ട് ഈ ഒരു വോയിസ് ക്ലിപ്പിനകത്ത് നിങ്ങൾ കൃത്യമായിട്ട് കേൾക്കുന്നുണ്ട്. അവൻ എന്തൊക്കെയോ കാര്യങ്ങൾ പറയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അവൻ എക്സ്പെക്ട് ചെയ്ത സൗന്ദര്യമായിരുന്നില്ല പോലും ആ പെൺകുട്ടിക്ക്. അവൻ വീഡിയോ കോൾ ചെയ്ത സമയത്തൊക്കെ കണ്ടിട്ടുള്ളത് പോലെ ആയിരുന്നില്ല ആ സൗന്ദര്യം എന്ന് പറയുന്നത്. എന്നിട്ട് കൃത്യമായിട്ട് പറയപ്പെടുന്നുണ്ട് അവൻ എക്സ്പെക്ട് ചെയ്ത, അല്ലെങ്കിൽ അവൻ ഇടറി പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് പറഞ്ഞു പോയി കഴിഞ്ഞാൽ എന്തൊക്കെയോ പ്രശ്നം ഉണ്ടാവുന്നത് പോലെ എന്തോ അവൻ തടഞ്ഞു വെക്കുന്ന ഒരു സാധനം അവിടെ നിങ്ങൾ കാണുന്നുണ്ട്. ഇനി അടുത്തൊരു വാർത്തയിലേക്ക് വരാം. ഈ വാർത്ത ഞാൻ പ്രത്യേകിച്ച് നിങ്ങളെ എടുത്തു കാണിക്കുന്നില്ല, അല്ലാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇളങ്കൂരിൽ നടന്നിട്ടുള്ള വിഷ്ണുജ എന്ന് പറയുന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്ത് അവളുടെ ഭർത്താവ് പ്രഭിൻ എന്ന് പറയുന്ന ആ നേഴ്സായിട്ടുള്ള ആ വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. അവനും 2 വർഷത്തോളമായി കല്യാണം കഴിഞ്ഞിട്ട്, എന്നിട്ട് ആ പെൺകുട്ടി നിരന്തരമായിട്ട് പീഡനം ഏറ്റുകൊണ്ടിരുന്നതാണ്. മാനസിക ശാരീരിക പീഡനങ്ങൾ. എന്തിനു വേണ്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെൺകുട്ടിക്ക് സൗന്ദര്യമില്ല പോലും, ആരോഗ്യമില്ല, ജോലിയില്ല. ജോലിയുടെ കാര്യമൊക്കെ മാറ്റി നിർത്താൻ പറ്റുന്ന കാര്യമാണ്. അപ്പം ഈ സൗന്ദര്യമില്ലായ്മ എന്താണ് ഈ ഇന്നത്തെ തലമുറയിലേക്ക് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ ആൺകുട്ടികൾ ഉദ്ദേശിക്കുന്ന പെൺകുട്ടികളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന സൗന്ദര്യം എന്ന് മാത്രം മനസ്സിലാവുന്നില്ല. പൊതുവേ നമ്മൾ 4 ആൾ കൂടുന്നിടത്ത് എന്ന് ആൺകുട്ടികൾക്കോ പെൺകുട്ടികൾക്കോ ഒക്കെ പോയി ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ എന്താണ് സൗന്ദര്യം, നിങ്ങൾ കെട്ടാൻ പോകുന്ന പെൺകുട്ടികളിൽ നിന്ന് ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ വീക്ഷിക്കുന്ന എന്താണെന്ന് ചോദിക്കുമ്പം എല്ലാ കേമന്മാരും കേമത്തിമാരും ഉറക്കെ 4 ആൾ കൂടുന്ന സമയത്ത് വിളിച്ചു പറയുന്നൊരു കാര്യമാണ്, ഞങ്ങൾക്ക് സൗന്ദര്യത്തിലൊന്നും വലിയ സങ്കല്പങ്ങളോ ഒന്നും കാര്യങ്ങളോ ഇല്ല, നിറം അങ്ങനെ ഒരു സംഭവം ഞങ്ങൾക്കില്ല, മനസ്സ് നന്നായാൽ മതി. പക്ഷെ അത് സ്വന്തം കാര്യത്തിലേക്ക് കൃത്യമായിട്ട് പ്രാവർത്തികമായി വരുന്ന സമയത്ത് അവർക്ക് 7 അഴക് വേണം. അതായത് മീൻസ് ഭയങ്കര വെള്ളപ്പാണ്ട് പോലത്തെ പൗഡറിന്റെ നിറമുള്ള, അങ്ങനെ വെളുത്ത് തുടുത്ത് ഇങ്ങനത്തുള്ള കുറെ സൗന്ദര്യത്തിലേക്ക് പോകുന്ന കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ ഈ 2 കാര്യങ്ങളിലും നമുക്ക് കുറച്ച് ആഴത്തിൽ പരിശോധിച്ചാൽ മനസ്സിലാവുന്ന കാര്യം ഈ സൗന്ദര്യത്തിനെ കുറിച്ചല്ല അവർ ശരിക്കും പറയുന്നത്. കാരണം വിഷ്ണുജിയുടെ മുഖം കാണുന്ന സമയത്ത് ഇതിൽ അപ്പുറത്തേക്ക് ഇനി എന്ത് സൗന്ദര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ഇനി എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇനി ഏലിയൻസിനെ പിടിച്ചു കൊടുക്കണമെന്ന് മാത്രം മനസ്സിലാവുന്നില്ല. കാരണം അത്രയ്ക്ക് ശാലീനവതിയായിട്ടുള്ള ഒരു പെൺകുട്ടി, പാവം ഒരു പെൺകുട്ടി. നമ്മൾ തന്നെ പറയുന്ന ഇപ്പോഴത്തെ പെൺകുട്ടികളാണെങ്കിൽ തടി കുറച്ച് സ്ലിം ആവാനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം ആൺപിള്ളേരുടെ പ്രശ്നം തടി കൂടുന്നതാണ്, ഇവനാണെങ്കിൽ തടി കുറഞ്ഞിരിക്കുന്നതാണ് പ്രശ്നം. അപ്പൊ ഇതൊന്നുമല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പുറത്ത് പറയാൻ പറ്റാത്ത തരത്തിലേക്ക് ദാമ്പത്യത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് പോൺ വീഡിയോസിന് അഡിക്റ്റഡ് ആകുന്ന ഇന്നത്തെ യുവതലമുറ. അതാണെന്ന് മാത്രമായിട്ട് മാറ്റി തിരിച്ച് ഞാൻ പറയുന്നില്ല, പെണ്ണുമുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഇത്തരത്തിലുള്ള കുറെ കാര്യങ്ങളിലേക്ക് അവൻ ഈ ഒരു വീഡിയോയ്ക്ക് ആദ്യമേ പറയുന്നതിനകത്തും കൃത്യമായിട്ട് തപ്പിത്തടഞ്ഞ് പറയാൻ ശ്രമിക്കുന്നതൊക്കെ തന്നെയാണ്. നമുക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. സ്നേഹിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കല്യാണം കഴിച്ചവർ തമ്മിൽ ഈ പറയുന്ന വീഡിയോ കോളിങ്ങും ബാക്കി കാര്യങ്ങളും എന്തൊക്കെ തരത്തിലുള്ള ബന്ധങ്ങളിലേക്ക് പോകുന്നത്. കാരണം അതുകൊണ്ടാണല്ലോ ഈ പറയുന്ന നേക്കഡ് ആയിട്ടുള്ള ഫോട്ടോസും ബാക്കി വീഡിയോസൊക്കെ അയച്ചു കൊടുത്ത് പിന്നീട് അത് വെച്ച് ബ്ലാക്ക് മെയിലിങ്ങും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വാർത്തകളിൽ ഇടം പിടിക്കുന്നതെന്ന് പറയുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും അങ്ങനെ ഞാൻ എക്സ്പെക്ട് ചെയ്ത, അല്ലെങ്കിൽ അതിൽ കൂടി കണ്ട സൗന്ദര്യമായിരുന്നില്ല ഞാൻ നേരിട്ട് കണ്ടപ്പോൾ ആ പെണ്ണിൽ ഉണ്ടായിരുന്നത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ എൻഗേജ്മെന്റ്, അല്ലെങ്കിൽ ഉറപ്പിക്കാൻ വരുന്നത് സ്നേഹിച്ച് കല്യാണത്തിലേക്ക് എത്തിയതാണ്. അപ്പൊ എൻഗേജ്മെന്റിന്റെ കാര്യത്തിന് വേണ്ടി നാട്ടിൽ വരുന്ന സമയത്ത് അവൻ നേരിട്ട് കണ്ടു കഴിഞ്ഞു ആ പെൺകുട്ടിയെ. അപ്പൊ അവൻ മുഖം കണ്ടത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. എന്നിട്ടും അവൻ അത് വേണ്ട എന്ന് വെച്ചില്ല. അപ്പം കല്യാണത്തിന്റെ രാത്രിയിലേക്ക് അത് പോയിട്ടുണ്ടെങ്കിൽ അവൻ ഉദ്ദേശിച്ച സൗന്ദര്യം പുറമേ ഉള്ള സൗന്ദര്യമായിരുന്നില്ല, ബാഹ്യമായിട്ട് കാണുന്ന സൗന്ദര്യമായിരുന്നില്ല എന്ന് കൃത്യമായിട്ട് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇനി ഈ വിഷ്ണുജ എന്ന് പറയുന്ന പെൺകുട്ടിയിലേക്ക് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിൽ കൂടുതൽ എന്ത് സൗന്ദര്യമാണ്. ഇനി ശാലീന സൗന്ദര്യത്തിൽ അപ്പുറത്തേക്ക് നമ്മൾ എപ്പോഴും പറയും ഈ നിറം എന്തോ ആയിക്കോട്ടെ, പക്ഷെ ഐശ്വര്യം എന്ന് പറയുന്ന സാധനം മുഖത്ത് കാണപ്പെടും ചിലവർക്കെങ്കിലും. അത് കാണാൻ നല്ല ഭംഗിയാണ്. നമ്മളെപ്പോഴും പറയത്തില്ലേ കറുത്ത നിറത്തിലാണ് കാണപ്പെടുന്നെങ്കിലും എന്ത് ഈ ഐശ്വര്യമാണ് ചിരിക്കുന്ന സമയത്തുനിന്ന്. അതേപോലെ അത്രയും ഐശ്വര്യമുള്ളൊരു മുഖത്തിനുടമയാണ് ആ പെൺകുട്ടി എന്ന് പറയുന്നത്. അപ്പം അത് ഉണ്ടായിട്ടും ഈ പറയുന്ന അവന് കല്യാണം കഴിക്കുന്നതിന് മുന്നേ
മുന്നേ ആ പെൺകുട്ടി ഇതുപോലെ തന്നെ കണ്ടതാണ്, ആ പെൺകുട്ടിക്ക് ജോലി ഇല്ല എന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെ കല്യാണത്തിലേക്ക് വന്നതാണ്. അപ്പോൾ അതൊന്നുമല്ല കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അപ്പം ഇത്രയും ഇങ്ങനത്തുള്ള വീഡിയോസിന് അഡിക്റ്റഡ് ആവുന്ന സമയത്ത് അതിനകത്ത് കൃത്യമായിട്ട് കാണുന്ന ഇവർ കുറേയധികം കാര്യങ്ങൾ, അങ്ങനെ കുറേയധികം സങ്കല്പങ്ങൾ, അതാണ് നമ്മുടെ പിന്നീടുള്ള ജീവിതത്തിലേക്കുള്ള ലൈംഗിക ജീവിതം എന്ന് വിചാരിച്ചുകൊണ്ട് അതായിരിക്കും നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്നത്. നമ്മൾ ഈ പറയുന്ന നമ്മുടെ പാർട്ട്ണറിൽ നിന്ന് കിട്ടുന്നത് ഇതുപോലെയൊക്കെ ഉള്ള ജീവിതമായിരിക്കും എന്ന് പറയുമ്പോഴത്തേക്ക് ഒരിക്കലും അതിനോട് യോജിക്കുന്ന ഒരാളെ ആയിരിക്കത്തില്ല ചിലപ്പോൾ മേ ബി നമുക്ക് കിട്ടുന്നതെന്ന് പറയുന്നത്. കാരണം എല്ലാവരും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. പിന്നെ നമ്മൾ അതിൽ കാണുന്നത് പോലുള്ള പല ആൾക്കാരെ കാണുന്ന സമയത്ത് അവരൊക്കെ അതിനകത്ത് എക്സ്പേർട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പഠിച്ച് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന കുറേയധികം ആൾക്കാരാണ്. അവർക്കതൊരു ഒരു ജീവിത മാർഗമോ മറ്റെന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. അതുപോലെയല്ല ജീവിതത്തിലേക്ക് വരുമ്പോൾ സംഭവിക്കുന്നതെന്ന് പറയുന്നത്. ലൈംഗികത എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ദാമ്പത്യ ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപ്പെട്ട ഘടകം തന്നെ ആണെങ്കിലും അതിനേക്കാളും മുകളിലേക്ക് പോകുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് മനസ്സിൻ്റെ പൊരുത്തം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് മുഖത്തിലോ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളിലോ ഈ പറയുന്ന ലൈംഗിക വീഴ്ചയിലോ പെട്ടിരിക്കുന്ന ഒരു കാര്യമല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എത്രയോ വാർത്തകൾ കാണുന്നുണ്ട്, എത്രയോ കാര്യങ്ങൾ കാണുന്നുണ്ട്. വീൽ ചെയറിലിരിക്കുന്ന ഒരു പയ്യന് കൂട്ടായിട്ട് ഒരു പെൺകുട്ടി മാറുന്നതോ അല്ലെങ്കിൽ ഈ പറയുന്ന കണക്ക് ആസിഡ് മുഖത്ത് വീണ ഒരു പെൺകുട്ടിക്ക് കൂട്ടായിട്ട് ഈ പറയുന്ന അവളുടെ പണ്ട് തൊട്ടേ ഉണ്ടായിരുന്ന അവളുടെ സ്നേഹിതൻ മാറുന്നതോ, അതിലപ്പുറത്തേക്ക് പിന്നീട് ക്യാൻസർ രോഗം വന്ന് തളർന്നു പോയ ഭർത്താവിന് അവസാനം വരെ കൂട്ടിരുന്ന ഭാര്യയെക്കുറിച്ചോ, കാലും കൈയും തളർന്നു പോയ ഭാര്യയ്ക്ക് കൂട്ടായി മാറുന്ന ഭർത്താവിനെ കുറിച്ചോ കാണുന്ന സമയത്ത് ഇവിടെ ഒന്നും ശരിക്കും പറഞ്ഞാൽ ലൈംഗികത എന്ന് പറയുന്ന ഒരു കാര്യത്തിന് യാതൊരു പ്രസക്തിയും വരുന്നില്ല. എന്നിട്ടും അവർ അവസാനം വരെ ഒന്നിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമുക്ക് ദാമ്പത്യം എന്ന് പറയാൻ പറ്റുന്നത്. ഈ പറയുന്ന ലൈംഗികത ഒരു അടിസ്ഥാന ഘടകമല്ല എന്നല്ല ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. പക്ഷെ അതിന് ഏറ്റവും പ്രയോറിറ്റി കൊടുത്ത് അത് മാത്രമാണ് ജീവിതം എന്ന് കാണുന്ന അല്ലെങ്കിൽ അതിൽ മാത്രം ഈ പറയുന്ന എന്തൊക്കെയോ ആസക്തി കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു തലമുറയാണ് ഇന്ന് സൃഷ്ടിച്ച് അവർ തന്നെ സ്വയം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിൽ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തത് മൂലം ആ ഒരു കുടുംബജീവിതത്തിൽ എന്തൊക്കെയോ പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നു. പക്ഷേ ഇതവർക്ക് പുറത്ത് പറയാൻ പറ്റില്ല. കാരണം നാണം കെട്ട കാര്യമാണ്. അല്ലെങ്കിൽ ആൾക്കാരെ കേട്ട് കഴിഞ്ഞാൽ അയ്യോ ഞാൻ ഇതൊക്കെയാണ് കാണുന്നത് അല്ലെങ്കിൽ ഞാൻ ഇതൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് ഞാൻ എങ്ങനെയാണ് എൻ്റെ അച്ഛൻ്റെയോ അമ്മയോടത്തും പറയുന്നത്, അല്ലെങ്കിൽ എൻ്റെ കൂടപ്പിറപ്പിൾ അറിയത്തില്ല, എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ എന്നെ എങ്ങനെ കാണും എന്നൊരു സംഭവം അവർക്ക് തന്നെ സ്വബോധം അല്ലെങ്കിൽ അവർക്ക് തന്നെ അറിയുന്ന ഒരു കാര്യമാണ്. അപ്പം ഞാൻ ചെയ്യുന്നതും ചിന്തിക്കുന്നതും തെറ്റാണെന്ന് കൃത്യമായിട്ട് അവർക്ക് തന്നെ ബോധമുണ്ട്. പക്ഷേ അവർ ഇത് മാത്രമേ അവരുടെ ഈ പറയുന്ന പാർട്ട്ണറിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുള്ളൂ. ഇങ്ങനെ കുറേ കാര്യങ്ങൾ, ഇതാണ് ഇന്നത്തെ സത്യത്തിൽ ഒരു പരിധിയോളം. കാരണം ഇത് പെൺകുട്ടികൾക്ക് വീട്ടിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. എൻ്റെ ഭർത്താവ് എൻ്റെ നിന്നും പ്രതീക്ഷിക്കുന്നത് ഇതാണ്, എനിക്കതൊന്നും പറ്റില്ല എന്ന് ഒരിക്കലും പൊട്ടി തുറന്ന് ഈ പറയുന്ന വീട്ടിൽ പറയാൻ ഒരു പെൺകുട്ടികൾക്കും കഴിയില്ല. ഇതൊക്കെ ഒരു പരിധി വരെ ആണിൽ നിന്ന് വെട്ടുന്ന ഒരു കാര്യങ്ങളാണ്. ഇനി പെണ്ണിലേക്ക് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള കുറേയധികം കാര്യങ്ങളുണ്ട്. പെൺകുട്ടികളിലേക്ക് വരുമ്പോൾ നമ്മൾ കുറേയധികം വീഡിയോസ് കാണുന്ന സമയത്ത് യുവതലമുറയിൽപ്പെട്ട പെൺകുട്ടികളോട് പല ഈ പറയുന്ന മീഡിയാസും ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെ തരത്തിലുള്ള ഒരു ആൺകുട്ടിയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്, മുടിയില്ലാത്തൊരു ആൺകുട്ടിയെ നിങ്ങൾ സ്വീകരിക്കുമോ, അതല്ലെങ്കിൽ ഈ പറഞ്ഞ സർക്കാർ ജോലി ഇല്ലാത്ത ഒരു ആൺകുട്ടിയെ നിങ്ങൾ സ്വീകരിക്കുമോ, അല്ലെങ്കിൽ കറുത്ത നിറത്തിലുള്ള ഒരു ആൺകുട്ടിയെ നിങ്ങൾ സ്വീകരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഭയങ്കര വാചാലരായി പറയും ഞങ്ങൾക്ക് അതൊന്നും പ്രശ്നമില്ല, ഞങ്ങൾക്ക് നല്ലൊരു മനസ്സിന് ഉടമയായാൽ മാത്രം മതി. കൂലിപ്പണിക്ക് പോകുന്ന ചേട്ടനായാലും ഞങ്ങൾ ഈ ഇടയ്ക്ക് ഞാനൊരു പെൺകുട്ടിയുടെ വർഷങ്ങൾക്ക് മുമ്പുള്ളതായാലും ഒരു പെൺകുട്ടിയുടെ കണ്ടൊരു കാര്യമാണ്, ചേട്ടൻ ജോലിക്ക് പോയില്ലെങ്കിൽ ഞാൻ ജോലിക്ക് പോയിട്ട് ചേട്ടനെ നോക്കിക്കോളൂ എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് അങ്ങനെ എങ്ങനെയാണോ വൈറലാവാൻ ശ്രമിക്കുന്നത് അതിനുവേണ്ടി മാത്രം കുറേ ഡയലോഗ് പറയാൻ വേണ്ടി മാത്രം നിൽക്കുകയും ജീവിതത്തിലേക്ക് വരുന്ന സമയത്ത് പ്രാവർത്തികമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇങ്ങനെ അല്ല എന്നുള്ള കാര്യങ്ങൾ അതങ്ങോട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും പ്രാവർത്തികമാക്കാൻ കഴിയില്ലെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടരാണ്. കാരണം മനസ്സിലുള്ള കാര്യങ്ങളല്ല ഇവർ പറയുന്നത്. ആൾക്കാരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടോ ഞാനെന്തോ കേമത്തികളോ കേമന്മാരോ ആണെന്ന് പറയാൻ വേണ്ടിയിട്ടോ ആണ് ഇവരൊക്കെ ശ്രമിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കുറേയധികം സീരിയൽസ്, സിനിമകൾ, കുറേയധികം ഡ്രാമ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ട് ഇതാണ് നമ്മുടെ ജീവിതം. 20,000 രൂപയുടെ സാരി അല്ലെങ്കിൽ 30,000 രൂപയുടെ മേക്കപ്പ് സെറ്റ് അല്ലെങ്കിൽ 1,00,000 രൂപയുടെ ഫോണ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഭർത്താവിൽ നിന്ന് ഈ പറയുന്ന വെഡിങ് ആനിവേഴ്സറിക്ക് അല്ലെങ്കിൽ ബർത്ത്ഡേക്ക്, വാലന്റൈൻസ് ഡേക്ക് ഗിഫ്റ്റായിട്ട് ഭയങ്കരമായിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കൊണ്ടുവരുന്ന ഭയങ്കര സർപ്രൈസ് തരുന്ന ഒരു ഭർത്താവിനെ മാത്രം സ്വപ്നം കണ്ടുകൊണ്ട് ജീവിതത്തിലേക്ക് കടക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതം എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അത് കയ്പും മധുരമേറിയ ഒരുപാട് നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. എപ്പോഴും മധുരം മാത്രം നിറയുന്നതല്ല ജീവിതം എന്ന് പറയുന്നത്. അപ്പം അതിനങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാതെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇങ്ങനെ രണ്ടുപേരിലും സത്യത്തിൽ പ്രശ്നമുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളായിട്ട് വരുന്നത് പലപ്പോഴും പാവപ്പെട്ട പെൺകുട്ടികൾ അനുഭവിക്കേണ്ടി വരുന്നത്. ഇപ്പം ഈ രണ്ട് പെൺകുട്ടികൾ, ഒന്ന് മരണത്തിലേക്ക് പോയി മറ്റൊന്ന് രക്ഷപ്പെട്ടു എന്ന് പറയാം. അപ്പം ഇങ്ങനെ സംഭവിക്കുന്നതിൻ്റെ കാരണത്തിൽ ഒന്ന് സോഷ്യൽ മീഡിയയുടെ ഭയങ്കരമായിട്ടുള്ള കടന്നുവരവ്, ഇത്തരത്തിലുള്ള സൈറ്റുകളുടെ കടന്നുവരവ്, ഇതുപോലുള്ള വീഡിയോസിൻ്റെ ആയാലും ഈ പറയുന്ന ഡ്രാമകളുടെ ആയാലും ഈ പറയുന്ന സിനിമകളുടെ ആയാലും നിരന്തരമായിട്ടുള്ള ഈ അഡിക്ഷൻ ആയിട്ടുള്ള
സൗന്ദര്യമായിട്ടുള്ള ഒരു കാര്യം അതിലേക്ക് കടന്നു വന്നിട്ട് സത്യത്തിൽ നമ്മുടെ യഥാർത്ഥ ജീവിതം എന്താണ്, ഈ അഭിനയത്തിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വേർതിരിച്ച് കാണുകയോ ജീവിതം എന്തെന്ന് മനസ്സിലാക്കുക പോലും ചെയ്യാതിരിക്കുന്ന കുറേ കാര്യങ്ങൾ. ഇനി ആദ്യത്തെ വീഡിയോയിലേക്ക് പത്തനംതിട്ടയിലെ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ അവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിവരവും ഇല്ലാത്തതാണെന്ന് നേരത്തെ തന്നെ തെളിയിച്ചാണ്. കാരണം എന്ന് പറയുന്നത് ഈ പറഞ്ഞ കൊറോണ ടൈമിൽ ഇറ്റലിയിൽ നിന്ന് കേരളത്തിലേക്ക് വന്ന് കൃത്യമായിട്ട് എല്ലാവർക്കും സമ്പർക്ക പട്ടിക നിരത്തി ഉണ്ടാക്കി കൊടുത്തൊരു മോനാണതെന്ന് പറയുന്നത്. അതിലപ്പുറത്തേക്ക് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ പറഞ്ഞത് മാറ്റേണ്ടതിന് പകരം ഈ രാത്രിയിൽ കൃത്യമായിട്ട് എന്തൊക്കെയോ ക്രൂരകൃത്യങ്ങൾ അതിനോട് പെരുമാറുകയും ചെയ്ത് അതിനുശേഷം അത് എതിർക്കുകയോ ബാക്കി കാര്യങ്ങൾ നാണക്കേടായി വരുന്ന സമയത്ത് പിറ്റേന്ന് കൊണ്ട് വീട്ടിലാക്കുകയും ചെയ്യുന്നതും അതിനും ശേഷം ആ പെൺകുട്ടി ഒരു ട്രാൻസ്ജെൻഡർ ആണെന്ന് എല്ലാവരെയും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ആ പെൺകുട്ടിക്ക് ഉണ്ടാക്കിയ മാനക്കേട് നാണക്കേട് എന്ന് പറയുന്നൊരു കാര്യം അതൊരിക്കലും നമുക്ക് വെച്ച് പൊറപ്പിക്കാൻ പറ്റുന്ന കാര്യമോ അല്ലെങ്കിൽ അവനെ ന്യായീകരിക്കാൻ ഇനി ഏത് തരത്തിലേക്കായാലും ന്യായീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പെൺകുട്ടിയുടെ വീട്ടുകാർ അല്ലെങ്കിൽ ആ പെൺകുട്ടി എടുക്കേണ്ട നിയമ നടപടികൾ ഒരുപാടാണ്. ഇതിന് എത്രമാത്രം പറഞ്ഞു കഴിഞ്ഞാലും ഒരിക്കലും ന്യായീകരിക്കാനോ അവനെ വെറുതെ വിടാനോ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം അത്രത്തോളം അപമാനിതയായിട്ടുണ്ട് ആ പെൺകുട്ടിയുടെ ഫോട്ടോസ്. കാരണം മര്യാദയുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ എല്ലാവരും ബ്ലർ ചെയ്ത് തന്നെയാണ് പുറത്തേക്ക് വിട്ടിട്ടുള്ളതെന്ന് പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്നിരുന്നാൽ കൂടി സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഈ ഒരു വാർത്ത കല്യാണം എന്നൊക്കെ പറയുമ്പോൾ ആ പ്രദേശത്തുള്ളവർക്ക് തന്നെ കൃത്യമായിട്ട് അറിയാം ഇന്നതാണ് പെൺകുട്ടി എന്നുള്ള കാര്യം. പിന്നെ ഇവൻ കെട്ടിയതാന്ന് പറയുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് അറിയുന്ന എത്രയോ വീഡിയോസ് ഇപ്പം തന്നെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പം ആ പെൺകുട്ടി ഇത്രയും സമയത്തിനുള്ളിൽ, കാരണം ഇന്നലെ മെനങ്ങാന്നുമായിട്ട് ഇറങ്ങിയിട്ടുള്ള വീഡിയോസിനകത്തൊക്കെ സ്വാഭാവികമായിട്ടും പകുതിയിലധികം ആൾക്കാരും ചേരി തിരിഞ്ഞ് ആ പെൺകുട്ടിയെ കുറ്റം പറഞ്ഞ ആൾക്കാരുമാണ് ആ പയ്യനെ പറ്റിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പം അത്രയും നേരം ആ പെൺകുട്ടി അനുഭവിച്ചൊരു മാനസിക സംഘർഷമോ ഇപ്പം കടന്നു പോകുന്ന ഒരു പ്രത്യേക ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പം ആ സിറ്റുവേഷനെ ഇനി എത്ര കാലം കൊണ്ട് ആ പെൺകുട്ടി മറികടക്കും? കാരണം സ്നേഹിച്ച് കല്യാണം കഴിക്കുന്നു, അതിലേക്ക് വരുന്നു, ഇഷ്ടപ്പെട്ട ഒരു ജീവിതത്തിലേക്ക് കടക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഭയാനകമായിട്ടുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്രയും തരത്തിലുള്ള ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തുള്ള ആക്ഷേപങ്ങൾ കേൾക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ജീവിതം തന്നെ മടുത്തു പോകുന്ന അല്ലെങ്കിൽ ഇനിയൊരു ജീവിതത്തിലേക്ക് കടക്കാൻ തന്നെ പേടിയാകുന്ന തരത്തിലേക്ക് ഓരോ വാർത്തകൾ കേൾക്കുന്ന സമയത്ത് നമ്മൾ കമന്റ് സെക്ഷൻ നോക്കുന്ന സമയത്ത് പെൺകുട്ടികൾ നിരനിരയായിട്ട് വന്ന് പറയുന്ന കാര്യങ്ങളുണ്ട്. കല്യാണം കഴിക്കാൻ പേടിയാകുന്നത്. കാരണം ഇതാണ് എക്സ്പെക്ടേഷൻസ് എന്ന് പറയുന്നത് ആൺകുട്ടികളുടെ. എന്താണ് സത്യത്തിൽ സൗന്ദര്യം, എന്താണ് സൗന്ദര്യത്തിന്റെ സങ്കല്പം എന്ന് പോലും മനസ്സിലാവുന്നില്ല. ഈ പറയുന്ന ഒരു ആസിഡ് വീണ് കഴിഞ്ഞാലോ അല്ലെങ്കിൽ എന്തെങ്കിലും തിളച്ച വെള്ളം മുഖത്ത് വീണ് കഴിഞ്ഞാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡന്റ് നടന്നു കഴിഞ്ഞാലോ തീരാവുന്നതേ ഉള്ളൂ നമ്മുടെ ഈ പുറമേ കാണുന്ന ബാഹ്യ സൗന്ദര്യം എന്ന് പറയുന്നത്. അതിലപ്പുറത്തേക്ക് മനസ്സിൻ്റെതായിട്ടുള്ള ഒരു ആന്തരിക സൗന്ദര്യം എന്ന് പറയുന്നുണ്ട്. അത് ഏറ്റവും വിലപ്പെട്ടതായിട്ട് കാണുന്ന അല്ലെങ്കിൽ കൊണ്ട് നടക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അവരല്ലെങ്കിൽ മനസ്സെന്ന് പറയുന്നത് അതിനാണ് സത്യത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അവർ മാത്രമാണ് നമ്മുടെ കൂടെ എപ്പോഴും അവസാനം വരെ കാണുന്നതെന്ന് പറയുന്നത്. ഇന്ന് നമുക്കറിയാം ഈ പറയുന്ന കോസ്മെറ്റോളജീസിന്റെ പല തരത്തിലുള്ള കാര്യങ്ങൾ വികാസം പ്രാപിച്ചത് കൊണ്ടും ഈ പറയുന്ന തരത്തിലുള്ള എത്ര തരത്തിലുള്ള സർജറി നടന്നിട്ടായാലും നമുക്കറിയാം ലക്ഷങ്ങളോ കോടികളോ മുടക്കി ആൾക്കാർ സൗന്ദര്യത്തിൻ്റെതായിട്ടുള്ള പല വഴികളും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം സൗന്ദര്യവൽക്കരണം എന്ന് പറയുന്നത് എത്തരത്തിൽ വേണമെങ്കിലും മാറ്റം വരുത്താൻ കഴിയും. പക്ഷെ മനസ്സിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് പൈസ കൊടുത്ത് മേടിച്ചെടുക്കാൻ കഴിയുന്നതല്ല. നിന്നെക്കഴി നല്ലൊരുത്തനെ കാണുന്ന സമയത്ത് ഓടിപ്പോകുന്ന മറ്റൊരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ അപ്പം വീഴും നിന്റെ ജീവിതം എന്ന് പറയുന്നത്. അപ്പം അതല്ല നമ്മൾ നോക്കി പോകേണ്ടത്. നമ്മൾ നോക്കി പോകേണ്ടത് മനസ്സിന്റെ സൗന്ദര്യം അല്ലെങ്കിൽ മനസ്സിന്റെ ഐക്യം, ഒത്തൊരുമ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഉറപ്പായിട്ടും ഈ പറയുന്ന ലൈംഗിക ബന്ധം എന്ന് പറയുന്ന ഒരു സംഭവത്തിന് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളൊരു ഘടകമായിട്ടുള്ളത് തന്നെയാണ്. പക്ഷെ അതിന് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുത്ത് അത് മാത്രമാണ് ജീവിതം എന്ന് പറയുന്ന സമയത്താണ് അവിടെ ജീവിതം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നരകതുല്യമായിട്ടുള്ള അവസ്ഥയായിട്ട് മാറുന്നത്. അത് തന്നെയാണ് വിഷ്ണുജ എന്ന് പറയുന്ന പെൺകുട്ടി അനുഭവിച്ചതും ആ പെൺകുട്ടി ജീവിതം. കാരണം അതിന് മാത്രം അവൻ പ്രയോറിറ്റി കൊടുക്കുന്ന സമയത്ത് ആ പെൺകുട്ടിയുടെ മാനസികമായിട്ടുള്ള ഒരു തരത്തിലുള്ള വ്യാപാരത്തെയോ മനോനിലകളെയോ മനസ്സിലാക്കാനായിട്ട് ഒരു തരത്തിലും കഴിവില്ലാത്തൊരുത്തനായിരുന്നു. അവന് ബാക്കി എല്ലാത്തിലും ആ ഒരു കാര്യത്തിൽ മാത്രം ആ പെൺകുട്ടി വേണം. മറ്റു തരത്തിലേക്ക് പുറമേ കൊണ്ട് നടക്കാൻ അവൻ എന്തോ ബാധ്യതയോ അല്ലെങ്കിൽ അവൻ എന്തോ പറ്റാത്തതുപോലെ ആക്ഷേപമൊക്കെ പോലെയായിരുന്നു. അപ്പം ഇത്തരത്തിലുള്ള വേർതിരിവോ ഈ ഇത്തരത്തിൽ ആ പെൺകുട്ടിയെ അത്രയും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കുട്ടി അനുഭവിച്ച ഒരു മാനസിക വ്യതയുടെ ഫലമാണ് ഇന്ന് ആ പെൺകുട്ടി ജീവിതത്തിൽ ഈ സമൂഹത്തിൽ നിന്ന് തുടച്ച് നീക്കപ്പെടാനായിട്ട് സ്വയമായിട്ട് തയ്യാറായതിന് കാരണം എന്ന് പറയുന്നത്. അപ്പം ശക്തമാകണം നിയമങ്ങൾ കൃത്യമായിട്ട്. എത്ര ശക്തമായിട്ടും എത്രയൊക്കെ ഈ പറയുന്ന നിയമങ്ങൾ എത്രയും നല്ല രീതിക്ക് മുന്നോട്ട് പോയിട്ട് പോലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ഇത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കാത്ത ഒരു സെക്കൻഡ് പോലും ഇല്ലെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം അങ്ങനെയാണ് നമ്മൾ ഈ നാട്ടിൽ കേട്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. പലതരത്തിലുള്ള പ്രത്യേകിച്ച് ഈ ഒരു 2025 പിറവിയെടുത്തതിന് ശേഷം നമ്മൾ നിരന്തരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത, ചിന്തിക്കാൻ പോലും കഴിയാത്ത പലതരത്തിലുള്ള മാനസിക വൈകൃതങ്ങളുള്ള ആൾക്കാരെ കുറിച്ചുള്ള വാർത്തകളാണ് നമ്മൾ നിരന്തരമായിട്ട് കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അപ്പം നമ്മുടെ ലോകം എങ്ങോട്ടാണ് പോകുന്നത്, നമ്മുടെ നാട് എങ്ങോട്ടാണ് പോകുന്നത്, മനുഷ്യരുടെ ചിന്താഗതികൾ അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തികളിൽ വരുന്ന മാറ്റങ്ങൾ, ചെയ്തികൾ, ഇതൊക്കെ വേറൊരു തലത്തിലേക്ക് പോകുന്ന സമയത്ത് പല ആൾക്കാരും അറിയാതെ ആയാലും പറഞ്ഞു പോവാണ് ലോകത്തിന്റെ അവസാനമാണോ ആവാറായോ എന്ന്. എന്താണെന്ന് കണ്ടറിയാം.